ഹായ് എവരി വൺ. കുറേ കാലമായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊന്നും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളൊരു വിഷയത്തിൽ പലർക്കും ഇപ്പോഴും സംശയമുണ്ട്, പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ലാംഗ്വേജ് പഠിക്കുന്ന രീതിയിലല്ല നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ മലയാളം പഠിച്ച രീതിയിലല്ലല്ലോ ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഇംഗ്ലീഷിലൂടെ നിരന്തരം കേൾക്കാനും സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് മനഃപൂർവ്വമായൊരു ശ്രമം വേണ്ടി വരും. അങ്ങനെ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളിൽ ഒന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെൻറ്റൻസുകൾ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പറയാൻ സംശയം വരും. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നൊരു ഡൗട്ട് വരും. അങ്ങനെ ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഒരു വൺ സെൻറ്റൻസ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ പോലും, ഉദാഹരണത്തിന് എനിക്കിന്നലെ വരാൻ പറ്റിയില്ല, ഇതെങ്ങനെ പറയും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്കത് അന്വേഷിച്ചാൽ കണ്ടെത്താനുള്ള ധാരാളം മാർഗ്ഗങ്ങൾ നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല, ഐ കുഡിൻ കം യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല, ഐ കുഡ് നോട്ട് കം, അല്ലെങ്കിൽ ഐ കുഡിൻ കം യെസ്റ്റർഡേ എന്നാണ് പറയാം. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലായി എന്ന് വിചാരിച്ചിരിക്കും പലരും. അവിടെയാണ് അബദ്ധം പറ്റുക. പകരം ചെയ്യേണ്ടത് അത് പലവട്ടം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ കുഡിൻ കം യെസ്റ്റർഡേ, ഐ കുഡിൻ കം യെസ്റ്റർഡേ, ഐ കുഡിൻ കം യെസ്റ്റർഡേ. പിന്നെ സമാനമായ സെൻറ്റൻസുകൾ അതേ പാറ്റേണിൽ, എനിക്ക് നന്നായി പാടാൻ കഴിഞ്ഞില്ല, എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റിയില്ല. കണ്ടോ? ഐ കുഡിൻ കോൾ യു യെസ്റ്റർഡേ, ഐ കുഡിൻ സിങ് വെൽ. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് സെൻറ്റൻസുകൾ കൂടുതലായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു സെൻറ്റൻസ് പഠിച്ചാൽ പോലും in 2 or 3 months you will get amazing change, unbelievable change. അതാണ് ഇംഗ്ലീഷിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തോന്നുന്ന ഓരോ സംശയങ്ങളും നമ്മൾ എടുത്തു വെച്ച് നോക്കി കണ്ടെത്തി നമുക്കത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. പറഞ്ഞ് തന്നെ നമുക്കിത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അറിഞ്ഞിരുന്നു എന്നുള്ള കാരണം കൊണ്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നത്തിങ് മോർ ടു ആഡ് അറ്റ് ദ മൊമെൻറ്റ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.